ലോകത്തിൻ കഥയറിയാതെ നേരത്തിൻ കഥയറിയാതെ ലോകത്തിൻ കഥയറിയാതെ നേരത്തിൻ കഥയറിയാതെ ഒന്നിച്ചൊരു 100 ദിനങ്ങൾ. ഷജു, ജോലി സമയത്ത് ഫോൺ ചെയ്യാൻ പാടില്ലടാ. പിന്നെ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തി എല്ലാം കഴിഞ്ഞ് 10 മണിയാവും ഫോൺ എടുത്ത് നോക്കാൻ. എന്നിട്ട് 12 മണി വരെ കുത്തിയിരുന്നിട്ട് വേണം വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ കയറി ചർച്ച ചെയ്യാനും മറുപടികൾ പറയാനും. അപ്പൊ ഞാൻ ഗ്രൂപ്പ് നോക്കിയിട്ട് മറുപടികൾ ഇടാം. അപ്പൊ ഓക്കെ, ഗുഡ് നൈറ്റ്. സമയം 10 മണി കഴിഞ്ഞു, ഇതുവരെ ഇറങ്ങിയില്ലേ? ഫോൺ എടുത്ത് വെച്ച് ഉറങ്ങാൻ നോക്കിയേ. ഈ കൊറോണ വന്നത് മുതൽ കുട്ടികളുടെ സ്വഭാവം മാറാൻ തുടങ്ങി. എപ്പോ നോക്കിയാലും ഈ ഫോൺ തന്നെ ഫോൺ. പപ്പേനല്ലേ പറഞ്ഞേ രാത്രി 12 മണി വരെ ഫോൺ നോക്കിയിരിക്കുന്നു? ഞങ്ങള് വലിയ ആൾക്കാരെ നോക്കിയിരിക്കുന്ന പോലെയാണോ നിങ്ങൾ കുട്ടികള്? സ്കൂളിൽ ചെന്നിരുന്ന് ഉറക്കം തോന്നാനാണോ? അങ്ങനെ പഠിച്ച വല്ലതും തലയിൽ കയറോ? കണ്ണ് കേടാവുന്നത് വേറെ. നാളെ മുതൽ പൊന്തയും രാത്രിയും കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ഉടനെ ഉറങ്ങാൻ കിടന്നോ. ഫോൺ തൊട്ടു പോകരുത്, മനസ്സിലായോ? മോനതിനും ശരി, ഞങ്ങള് ഫോൺ നോക്കണില്ല. പക്ഷെ ഞങ്ങൾക്ക് ഉറങ്ങാൻ കഥ പറഞ്ഞു തരേണ്ടി വരും. എന്ത് കഥയാ? അതെ, കഥ പറഞ്ഞാൽ അത് കേട്ട് ഞങ്ങൾ ഉറങ്ങിക്കോളാം. പിന്നെ കഥ കേൾക്കേണ്ട പ്രായമാണല്ലോ ഇപ്പൊ. അമ്മാമ്മ ഉണ്ടായിരുന്ന സമയത്ത് എന്തോരം കഥകളാ ഞങ്ങൾക്ക് ഉറങ്ങാൻ നേരം പറഞ്ഞു തരാറ്. അതിനിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നിങ്ങളെ മമ്മിയുടെ അടുത്ത് ചെന്നിട്ട് കഥ പറഞ്ഞു തരാൻ പറ. ചെല്ല് ചെല്ല്. മമ്മി മമ്മി എന്തിനെ? ഉറങ്ങാനല്ലാതെ പിന്നെ എന്തിന്? കഥയൊന്നും എനിക്കറിയില്ല, എനിക്ക് വേറെ പണിയുണ്ട്. നിനക്ക് എന്ത് പണി ഈ രാത്രിയില്? വരാൻ പോകുന്ന യൂണിറ്റ് വാർഷികത്തിന് ഗ്രൂപ്പ് ഡാൻസ് കളിക്കുന്നവരുടെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിനാണ് ഞാൻ. അതിന്റെ ചൂടേറിയ ചർച്ചകളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പ്രാവശ്യം ഇടവക ദിനത്തിലേക്ക് ഞങ്ങളുടെ പരിപാടി തന്നെ സെലക്ട് ചെയ്യണം. അതിനുള്ള തന്ത്രങ്ങളെ മെനയണം. അല്ല, കഴിഞ്ഞ പ്രാവശ്യം ഏത് പരിപാടിയാ ഇടവക ദിനത്തിലേക്ക് തെരഞ്ഞെടുത്തത്? 74 വയസ്സുള്ള ത്രേസി ചേച്ചിയും 80 വയസ്സുള്ള മേ ചേച്ചിയും കൂടി കളിച്ച നാടോടി നൃത്തം. ഏത് പാട്ട് വെച്ചിട്ടായിരുന്നു അവര് അന്ന് കളിച്ചിരുന്നത്? അഞ്ച് കല്ലെടുത്തു വെച്ചു പാഞ്ഞു വന്നതാ വീത്ത് ഒട്ടേറെ കടക്കണ ഗോലിയാത്ത്. അഞ്ച് കല്ലെടുത്തു വെച്ചു പാഞ്ഞു വന്നതാ വീത്ത് ഒട്ടേറെ കടക്കണ ഗോലിയാത്ത്. ത്രേസി ചേച്ചിയുടെ ഒറ്റേറില് മേരി ചേച്ചി ഫ്ലാറ്റ്. എന്നിട്ട് ഡാൻസിലെ ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് അന്നത്തെ കൊച്ചച്ഛന് കൈക്കാരനും കൂടി ഇടവക ദിനത്തിലേക്ക് ആ ഡാൻസ് അങ്ങോട്ട് സെലക്ട് ചെയ്തു. മേരി ചേച്ചി പ്രഷർ പറഞ്ഞിട്ട് വീണതായിരുന്നു, അല്ലാതെ ഡാൻസിന്റെ ഡെഡിക്കേഷൻ ഒന്നുമല്ല. എടി, അതൊക്കെ പ്രായമായവർക്ക് ഒരു അവസരം കൊടുക്കുന്നതല്ലേ പള്ളിയിൽ കളിക്കാൻ. ഇടവക ദിനം കഴിഞ്ഞ് 1 മാസത്തിനുള്ളിൽ 2 പേരും സ്വർഗത്തിലേക്ക് പോയില്ലേ? ഇനി അവര് നിങ്ങൾക്ക് ഒരു ഭീഷണിയേ ആവില്ല. നിങ്ങൾ കഥ പറഞ്ഞു തരുന്നുണ്ടാ? കൊറേ നേരമായി ഞങ്ങൾ ഇവിടെ നിക്കണു. നിന്റെ അപ്പം വാറുണ്ണി പുലിയെ പിടിക്കാൻ പോയ കഥയൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കടി, പിള്ളേര് കേൾക്കട്ടെ. എന്റെ അപ്പന്റെ പേര് വാറുണ്യാന്ന് വെച്ചിട്ട് നിങ്ങളെ സ്കൂൾ മത പറഞ്ഞ കളിയാക്കണ്ടാട്ടാ. നിങ്ങളുടെ അപ്പൻ ചാക്കോ മാഷ് കണക്ക് പഠിപ്പിച്ചു കൊടുത്ത കഥയില്ല, അത് വേണമെങ്കിൽ നിങ്ങൾ മക്കൾക്ക് പറഞ്ഞു കൊടുത്തോട്ടാ. ഭൂഗോളത്തിന്റെ ഓരോ സ്പന്ദനവും കണക്കിലാണ്. മതി മതി, നിർത്തിക്കേ. 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഗോൾ അടിച്ച സ്ഥിതിക്ക് മത്സരം സമനിലയിലായിന്ന് ഞാൻ അങ്ങോട്ട് പ്രഖ്യാപിക്കുക. പിന്നെ കുട്ടികളുടെ ഫോൺ ഉപയോഗം, പാരന്റ്സ് അറിയേണ്ട കാര്യങ്ങൾ എന്നതിനെ കുറിച്ച് ക്ലാസ് എടുക്കാനായിട്ട് ഒരു ഫാദർ കഴിഞ്ഞ ആഴ്ച വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ 2 പേരും അന്ന് വന്നിട്ടുണ്ടായിരുന്നു. അത് കാരണം ഫാദറിന്റെ സ്പീച്ചിന്റെ ചെറിയൊരു ഭാഗം ഈ ഫോണിലുണ്ട്. നിങ്ങൾ 2 പേരും ഇത് കേൾക്കണത് നല്ലതാ. അച്ഛന്മാരെന്താ പറയാതെ എനിക്കറിയാം. വേണമെങ്കിൽ ഞാൻ വന്നിട്ട് ക്ലാസ് എടുത്താറാണ്. എന്തിനാണ് സ്കൂളിലെ മൊത്തം കുഴിയിൽ ചാടിക്കുന്നത്? മനുഷ്യ, ഞങ്ങൾ അനുഭവിക്കുന്നത് പോരെ. മതി, നിങ്ങൾ ആദ്യം ഇത് കേൾക്ക്. ആ സ്പീക്കറിലേക്ക് ഇതൊന്ന് കണക്ട് ചെയ്തേ. വേണ്ട വേണ്ട, ഇങ്ങനെ കേട്ടാ മതി. പോരാ, നന്നായി ഉറക്കെ തന്നെ കേക്ക്. അല്ലെങ്കിലേ അപ്പ നല്ല കാര്യങ്ങള് പകുതി കേൾക്കും. അതുകൊണ്ടാ. അപ്പൊ ശരി, ഞങ്ങള് പോട്ടെ.
പല പേരൻസും എന്റെ അടുക്കൽ വന്ന് പറയാറുണ്ട്, അച്ഛാ എന്റെ മോന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം, എന്റെ മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നൊക്കെ. എന്നതാ കാര്യം? അച്ഛാ ഫോണിന് അഡിക്റ്റ് ആണ്, ഉണ്ണുമ്പോൾ ഫോൺ വേണം, ഉറങ്ങുമ്പോൾ ഫോൺ വേണം, സർവത്ര ഫോണാണ്. ഞാൻ അവരോട് പറയും, മക്കൾക്ക് വേണ്ടിയല്ല പ്രാർത്ഥിക്കുന്നത്, മാതാപിതാക്കളായ നിങ്ങൾക്ക് കുറച്ച് വകതിരിവുണ്ടാകാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. എന്നതാ അച്ഛാ പറയുന്നത്? മക്കൾക്ക് നിങ്ങൾക്ക് കൊടുക്കാനില്ലാത്ത ഒരു സാധനമാണ് സമയം എന്നുള്ളത്. ആ സമയം കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ മക്കൾ മക്കളുടെ ലോകത്തേക്ക് പോകും. നിങ്ങൾ അവർക്ക് നല്ല ഭക്ഷണവും വിദ്യാഭ്യാസവും വസ്ത്രവും എല്ലാം കൊടുക്കുന്നില്ലേ? ഉണ്ടച്ചോ, എല്ലാം കൊടുക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് സമയം കൊടുക്കുന്നില്ല. ഒരു ശരാശരി കുടുംബത്തിലെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുള്ള 90% വീടുകളിൽ നടക്കുന്ന ദിനചര്യകൾ എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. 8 മണിയോടുകൂടി സ്കൂളിലേക്ക് പോകുന്ന മക്കൾ, 9 മണിയോടുകൂടി ജോലിക്ക് ഇറങ്ങുന്ന മാതാപിതാക്കൾ, സ്കൂൾ വിട്ട് തിരിച്ചെത്തുന്ന മക്കൾ ട്യൂഷന് പോകും, ട്യൂഷൻ കഴിഞ്ഞ് 7 മണിയോടുകൂടി എത്തി. ഇതിനിടയിൽ മാതാപിതാക്കൾ വീട്ടിലെ പണികൾ ചെയ്യിച്ചു, പിന്നെ കുളിയെല്ലാം കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് ഒന്നയോ പ്രാർത്ഥന ചൊല്ലുന്നുണ്ടോ എന്ന് ദൈവത്തിനറിയാം. അതെല്ലാം കഴിഞ്ഞ് 9:30 10 മണിയോടുകൂടി ആ കുടുംബത്തിൽ എല്ലാവരും ഫ്രീ ആവുക. പിന്നെയാണ് ടെസ്റ്റ് നടക്കുന്നത്. അപ്പൻ അപ്പന്റെ ഫോണുമായി അപ്പന്റെ ലോകത്തേക്ക് പോകുന്നു, അമ്മ അമ്മയുടെ ഫോണുമായി അമ്മയുടെ ലോകത്തേക്ക് പോകുന്നു, മക്കൾ മക്കളുടെ ഫോൺ എടുത്ത് മക്കളുടെ ലോകത്തേക്ക് പോകുന്നു. ഇന്ന് സമയമില്ല. മാതാപിതാക്കൾക്ക് മക്കളോട് സംസാരിക്കാനോ വിശേഷങ്ങൾ ചോദിക്കാനോ സമയമില്ല. നിങ്ങൾ കൊടുക്കുന്ന വിദ്യാഭ്യാസവും ഭക്ഷണവും വസ്ത്രവും എല്ലാം നിങ്ങളുടെ കടമകളും ഉത്തരവാദിത്തങ്ങളും മാത്രമാണ്. പക്ഷേ അപ്പനെ കുറിച്ചുള്ള ഓർമ്മകൾ, അമ്മയെ കുറിച്ചുള്ള ഓർമ്മകൾ എന്നൊക്കെ മക്കളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നത് ഇതൊന്നും ആയിരിക്കുകയില്ല. നിങ്ങളും നിങ്ങളുടെ മാതാപിതാക്കളെ കുറിച്ചൊന്ന് ചിന്തിച്ചു. അതുകൊണ്ട് നിങ്ങളുടെ മക്കളോടൊപ്പം ഒരു അരമണിക്കൂറെങ്കിലും ദിവസം ചെലവഴിക്കാൻ നിങ്ങൾക്ക് സമയം കിട്ടുന്നില്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ വേറൊരു ലോകത്തേക്ക് പോയതിനു ശേഷം പരിതപിച്ചിട്ടോ ദുഃഖിച്ചിട്ടോ കാര്യമില്ലെന്ന് ആദ്യം മനസ്സിലാക്കുക. ഫാദറിന്റെ വാക്കുകള് 100% ശരിയാണ് അല്ലേ? മക്കൾക്ക് വേണ്ടതെന്ന് പറഞ്ഞ് നമ്മൾ ചെയ്തു കൊടുക്കുന്നതൊക്കെ നമ്മുടെ കടമകളും ഉത്തരവാദിത്തങ്ങളും മാത്രമാണ്. ശരിയാ, എന്റെ മാതാപിതാക്കളും ഇതൊക്കെ എനിക്ക് തന്നിട്ടുണ്ട്. പക്ഷെ ഇതിനെ കുറിച്ചുള്ള ഓർമ്മകൾ എന്ന് പറയുന്നത് ഇതൊന്നല്ല. മഴയത്ത് എന്നെ തോളിലേറ്റി എന്റെ കയ്യിൽ കുറയും തന്ന് പാടവരമ്പത്തിലൂടെ ഒരു യാത്രയുണ്ട്. അപ്പനാകെ നനഞ്ഞിട്ടുണ്ടാവും, എന്നാലും മഴയുടെ ഭംഗി കണ്ട് ആസ്വദിക്കാൻ, മഴവെള്ളം കുടയിൽ വീഴുമ്പോഴുള്ള ശബ്ദം കാതോർക്കാൻ എന്നെ പഠിപ്പിച്ചിരുന്നു. ഈരിനെ തോർത്തോണ്ട് പാടത്തെ കളയിലെ വെള്ളത്തിൽ നിന്നും മീൻ പിടിക്കാൻ ഞാനും അപ്പനും തോർത്തു പിടിച്ചൊരു നിൽപ്പുണ്ട്. എന്നിട്ട് പിടിക്കുന്ന കുഞ്ഞു മീനുകളെ കുപ്പിയിലാക്കി വീട്ടിലേക്ക് പോകുമ്പോൾ കടലിൽ പോയി സ്രാവിനെ പിടിച്ച അഹങ്കാരമായിരിക്കും എനിക്ക്. പള്ളിപ്പെരുന്നാളിന് ബാൻഡ് സെറ്റ് കൊട്ടുന്നത് കാണാനില്ലെന്ന് പറഞ്ഞപ്പോ എന്നെ തോളിലേറ്റി 3 മണിക്കൂറോളമാണ് അപ്പൻ നിന്നത്. പിറ്റേ ദിവസം തൈലം പുരട്ടി അമ്മ അപ്പന്റെ തോളിലെ ചൂടുവെള്ളം പിടിച്ചു കൊടുക്കുന്നത് കണ്ട് ഞാൻ ചോദിച്ചപ്പോ അപ്പം പറയാ, വീട്ടിലെ തേങ്ങ പൊളിച്ച് കൈക്ക് വേദന വന്നതാണ്. കൃഷ്ണൻ നമ്പ്യാരുടെ പറമ്പിലെ 1000 തേങ്ങ ഒറ്റ ദിവസം കൊണ്ട് പൊളിച്ചിട്ട് വരാത്ത വേദന വീട്ടിലെ 10 തേങ്ങ പൊളിച്ചപ്പോൾ എങ്ങനെ വന്നു എന്ന് ചോദിക്കാനുള്ള ബോധം എനിക്കുണ്ടായില്ല. എന്നെ ഉയരങ്ങളിൽ ഇരുത്തി ജീവിതത്തിലെ രസക്കാഴ്ചകൾ പകർന്നു തന്ന എന്റെ അപ്പൻ, വിശപ്പില്ലെന്നും ഇഷ്ടമില്ലെന്നും പറഞ്ഞ് അമ്മ കഴിക്കാതെ എനിക്ക് തന്ന എന്റെ ഇഷ്ടപലഹാരങ്ങൾ, അതൊന്നും മറക്കാൻ കഴിയില്ലടോ. ജസ്റ്റേട്ടാ, എന്നെ കൂടി വിഷമിപ്പിക്കല്ലേ. മക്കളാണ് നമ്മുടെ സന്തോഷം, നമ്മൾ അവർക്ക് കൊടുക്കുന്ന സമയമാണ് അവരുടെ സന്തോഷം. അതെ, ശരിയാ. മക്കളെ, നിങ്ങൾ ഉറങ്ങിയാ? ഒന്നിങ്ങ് വന്നേ, അപ്പൊ ഒരു കഥ പറയാം. അല്ല, പാട്ടിലൂടെ ഒരു കഥ പറഞ്ഞു തരാം. നമ്മുടെ പരിപാടികളെല്ലാതും അവസാനിച്ചു. ഇനി സമ്മാനദാനാണ്.